ഒരു സോഫ്റ്റ്വെയറിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അതിൻ്റെ സർവീസിലാണ്. ഇനിഷ്യലി എല്ലാവരും സിസ്റ്റം സ്റ്റഡി നടത്തും, അതിൻ്റെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റുമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ചർച്ച നടത്തും, അതനുസരിച്ച് ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ആക്ച്വലി സർവീസിലാണ് ഇത് പല സ്ഥലത്തും സ്ട്രക്ക് ആവുന്നത്. കാരണം ഇത് ഉപയോഗിക്കാൻ പോകുന്ന അവിടുത്തെ ഒരു സാധാരണ ലെവലിലുള്ള സ്റ്റാഫുകളാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഇവർ ഉപയോഗിച്ച് വരുന്ന സമയത്ത് ഇവർക്കുണ്ടാകുന്ന ഡൗട്ട്സ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കണമെങ്കിൽ ഒരു നോർമൽ രീതിയിൽ അവരുമായിട്ട് ഇടപഴകാൻ പറ്റുന്ന ഒരു കസ്റ്റമർ കെയർ ഉണ്ടെങ്കിലാണ് ഇത് സക്സസ് ആവുക. പല ആൾക്കാരും സംശയം വരുമ്പോഴത്തേക്കും ഇത്തരം ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ അവർ അത് സപ്രസ് ചെയ്ത് പോകുന്ന രീതിയാണ് ചെയ്യുന്നത്. ഇൻവാക്സ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത്. ഇത്തരം ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് എക്സ്ക്ലൂസീവ്ലി നമ്മളൊരു കസ്റ്റമർ കെയർ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അത് കാരണം എന്താ പറഞ്ഞാൽ ഈ പറയുന്ന ഉപയോഗിക്കുന്ന സ്റ്റാഫുകൾക്ക് അവർക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ അപ്പോൾ തന്നെ നമ്മുടെ കസ്റ്റമർ കെയറിലേക്ക് കോൺടാക്ട് ചെയ്യാനും അവർക്ക് സംസാരിക്കുവാനും സാധിക്കും. അതുപോലെ തന്നെയാണ് സർവീസ് എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറാണ്. കാരണം പലപ്പോഴും പല കാര്യങ്ങളും പറയുന്ന സമയത്ത് അവർക്ക് ചെയ്ത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കൊടുക്കുന്നില്ല, അതിൻ്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കുന്നില്ല. ഈ വലിയ വലിയ കമ്പനികളിലേക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ എസ്കലേറ്റ് ചെയ്ത് പോകും. പ്രൊജക്ട് മാനേജർ അല്ലെങ്കിൽ പ്രൊജക്ട് ലീഡർ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഇവിടുത്തെ കേസിൽ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഇൻവാക്സിനെ സംബന്ധിച്ച് നിങ്ങൾ എവിടെ സെർച്ച് ചെയ്താലും കിട്ടുന്നത് എന്താണ്? അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറുടെ നമ്പറാണ് കിട്ടുന്നത്. അതിൻ്റെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്, ഇൻവാക്സിനെ കുറിച്ച് എന്ത് കംപ്ലയിൻസ് ഉണ്ടെങ്കിലും, സർവീസ് റിലേറ്റഡ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഒരു വാട്സാപ്പിലോ അല്ലെങ്കിൽ ഒരു കോളിലോ ഇൻഫോം ചെയ്യാം. അപ്പോൾ ഇൻവാക്സ് ഫോക്കസ് ചെയ്തേക്കുന്നതും സർവീസിലാണ്. ഏതൊരു സോഫ്റ്റ്വെയറും ക്ലിക്കാവുന്നത് അതിൻ്റെ സർവീസിൽ കൂടെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.